സ്റ്റുഡൻസ് നമ്മളിന്നിപ്പോ നോക്കുന്നത് നമ്മുടെ ട്രേഡ് പ്ലാൻ എ ആണ്. ഇൻ കേസ് ഒരു ട്രേഡ് പ്ലാൻ ബി കൂടി എപ്പോഴും വേണം. കാരണം ഒരു ട്രേഡ് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫെയിൽ സംഭവിച്ചാൽ നെക്സ്റ്റ് ട്രേഡ് എവിടെ എടുക്കണം അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ഒരു ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് തന്നെ മൈൻഡിൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഗ്ലോബലി ഉള്ള മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്, അതിനുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏതെല്ലാം ന്യൂസുകളാണ് വരാനുള്ളത്, ഇക്വിറ്റി മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്, ഡൗ ജോൺസിന്റെ അവസ്ഥ എന്താണ്, ഗ്ലോബൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള കണ്ടീഷൻ, ഇതെല്ലാം ഒരു ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഫസ്റ്റ് തന്നെ മോർണിംഗ് തന്നെ ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ വേൾഡ് ന്യൂസുകളും ഇപ്പോൾ മറ്റു രാജ്യങ്ങളായിട്ടുള്ള കരാറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അവയർനെസ് എപ്പോഴും നല്ലതാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു ഗോൾഡ് ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പേരിന്, ഞാൻ ഗോൾഡാണ് ചെയ്യുന്നത്, ആ ഗോൾഡിന്റെ പേരിന് എന്തൊക്കെ ന്യൂസുകളാണ്, ഇമ്പോർട്ടന്റ് ന്യൂസുകളാണ് ഉള്ളത്, അതൊക്കെ ഏത് സമയത്താണ്, അത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഡയറിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് അല്ലെങ്കിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കാം. റിമൈൻഡർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ്സ് മുമ്പ് അല്ലാണ്ട് നമുക്ക് അതിന് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്കത് എക്സിറ്റ് ചെയ്യാൻ ഉപകരിക്കും. അതുപോലെ തന്നെ ട്രേഡിംഗ് ന്യൂസിന്റെ സമയത്ത് പ്രത്യേകിച്ച് ട്രേഡ് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കാം. ഇന്നിപ്പോ നമ്മൾ ന്യൂസ് നോക്കുമ്പോൾ ക്യാഡില് ഈ ഒരു 7 മണിക്കുണ്ട്. നമുക്ക് അതുപോലെ തന്നെ വരുന്ന ഒരു ന്യൂസ് USDയുടെ ന്യൂസ് ഇന്ന് വരാനുള്ളത് നമുക്ക് 7 മണിക്കൊരു ന്യൂസ് വരാനുണ്ട് USDയിൽ. ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് MyFX ബുക്കാണ്. ഇപ്പോൾ നിങ്ങൾ പ്രൊഫൈം ആണെങ്കിൽ ഫണ്ടഡ് ഫാം ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ MyFX ബുക്ക് അല്ല മിക്ക കമ്പനികളും സപ്പോർട്ട് ചെയ്യുന്നത്. ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞ കമ്പനിയാണ്. എനിക്ക് കുറച്ചും കൂടി നോക്കി ഈ ഒരു ഇത് ശീലിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് യൂസ് ചെയ്യണമെന്നുള്ളൂ. ഫോറക്സ് ഫാക്ടറി ആണ് ഫണ്ടഡ് ഫാംസ് ചെയ്യുന്നത്. ഇപ്പൊ ആൽഫ ഒക്കെ ഫോറക്സ് ഫാക്ടറിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചില ഹൈ ഇമ്പാക്ട് ന്യൂസ് MyFX ബുക്കിൽ വരുന്നത് ഫോറക്സ് ഫാക്ടറിയിൽ വരണമെന്നില്ല, ഫോറക്സ് ഫാക്ടറിയിൽ ഉള്ളത് ഇതിനകത്ത് വരണമെന്നില്ല. അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഫോറക്സ് ഫാക്ടറിയാണ് നിങ്ങൾ ഫണ്ടഡ് ഫാംസ് ചെയ്യുന്നവർ ചെയ്യാൻ ശ്രമിക്കാം. ഒരുവിധം മെയിൻ ഇമ്പോർട്ടന്റ് ഹൈ ആയിട്ടുള്ള ന്യൂസുകളെല്ലാം ഇതിലുണ്ടാവും. പക്ഷെ മൈനർ ആയിട്ടുള്ള ചില ഹൈ ഇമ്പാക്ട് ന്യൂസ് ഒക്കെ ഫാക്ടറിയിൽ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ളത് ഇതിൽ ചിലപ്പോൾ ഹൈ ന്യൂസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് 7 മണിക്ക് ഇന്നൊരു ന്യൂസ് ഉണ്ട്, അതുപോലെ 8:30 ഒരു ന്യൂസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ആ ടൈം നമ്മളൊന്ന് നോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ട്രെൻഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് ഇന്നിപ്പോ ഒരു ബുൾ ട്രെൻഡിന്റെ ഒരു രീതി തന്നെയാണ് ഉള്ളത്. പക്ഷെ അതൊരു മിക്സഡ് ആയിട്ട് ഏതെങ്കിലും ഏരിയയിൽ മിക്സ്ഡ് ആയിട്ട് മാർക്കറ്റിന് തിരിച്ച് റിവേഴ്സ് വരാനുള്ള കുറെ പോസിബിലിറ്റീസും ഇതിനകത്ത് നമുക്ക് കാണുന്നുണ്ട്. ഓരോ ഏരിയയിൽ 2656 ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2660 വരെ ഒക്കെ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. 2660 ഒരു റിജക്ഷൻ വന്ന് തിരിച്ചു വരാനുള്ള സാധ്യത ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോഴുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ശരിക്കും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് പോലെ അല്ലാന്ന് ഞാൻ എടുത്ത് പറയാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സുകളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് പോലെ അല്ല ഇതിൽ നോക്കുന്നത്. ഇതിൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഇതിലൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഗോൾഡിൽ ഇന്നൊരു അപ് ട്രെൻഡ് ആയിട്ടാണ് നമുക്ക് ഓപ്പണിംഗ് വന്നേക്കുന്നത്. എന്തായാലും ഒരു ന്യൂ ഇയറിന്റെ ഒക്കെ ഒരു കഴിഞ്ഞിട്ട് ഡിസംബർ അവരൊക്കെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ജൂൺ 3 വരെയൊക്കെ അവർ ഒരു ഹോളിഡേ മൂഡിലായിരിക്കും. ഇനിയിപ്പോ 15 ദിവസം കൂടി വന്ന ഒരു 15 ദിവസം കൂടി ഇന്നലെ തുടങ്ങി മാർക്കറ്റിൽ നല്ല കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡിറ്റി ബേസ് ചെയ്തുള്ള ട്രേഡിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കാറ്. അപ്പൊ അതിന് ലിക്വിഡിറ്റി നമുക്ക് ഈ ഒരു ജാനുവരി മന്തിൽ വളരെ ലിക്വിഡിറ്റി ബേസ് ചെയ്തുള്ള ട്രേഡ് നമുക്ക് കുറവായിരിക്കും. കാരണം വേറെ ഒന്നല്ല, വോളിയം സംഭവങ്ങളൊക്കെ വളരെ ഇവരെല്ലാവരും ഒരു ഇതിലായതുകൊണ്ട് അത്രയും നല്ലൊരു ആക്ടിവിറ്റി ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഇതാണ് ബുക്ക് മാപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയറിൽ ലൈവ് ആയിട്ടുള്ള ലിക്വിഡിറ്റി എവിടെയാണ് ഇരിക്കുന്നത്, ആ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എന്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്, ഏത് സൈഡിലാണ്. ലിക്വിഡിറ്റി മീൻസ് ലിമിറ്റ് ഓർഡേഴ്സ്. ഇപ്പൊ ലിമിറ്റ് ഓർഡറിൽ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് ഉണ്ടാവാം, സെല്ല് ലിമിറ്റ് ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓർഡർ ഫ്ലോ ബേസ് ചെയ്തിട്ടാണ് അത് അനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു ടൂളാണ് വോളിയം പ്രൊഫൈല്. വോളിയം പ്രൊഫൈലിൽ ഇന്നിപ്പോ നമുക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് ഈ ഒരു ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് കിട്ടാൻ സാധ്യതയുള്ള ഏരിയ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. നമുക്ക് ഇപ്പൊ നിലവിൽ നമുക്ക് ഒരു നല്ല ട്രേഡ് സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു റിജക്ഷൻ ഉണ്ടായിരുന്നത് നമുക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു. അതേപോലെ തന്നെ ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഫുൾ ആയിട്ടുള്ള ഒരു ഡെൽറ്റ ആണ്. ആ ഒരു ഡെൽറ്റ അത്രയും പോസിറ്റീവ് അല്ല. ട്രെൻഡ് അപ് ട്രെൻഡ് ആണെങ്കിലും ക്യുമുലേറ്റീവ് ഡെൽറ്റ അതിനൊപ്പം സഞ്ചരിക്കുന്നില്ല. അപ്പൊ എവിടേക്കോ എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ടെന്ന് വേണം നമുക്ക് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് നമ്മൾ
പഠിച്ച പോലെ തന്നെ മൈൻഡിലേക്ക് വെക്കുക. ഇതെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുകയല്ല വേണ്ടത്. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരണം. അതുപോലെ തന്നെ ഇന്നലത്തെ POCക്ക് ഒക്കെ മുകളിലാണ് ട്രേഡിംഗ് നടക്കുന്നത്, പോസിറ്റിവിറ്റി ആണ്. അതേപോലെ തന്നെ റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഏരിയാസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോകണം. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് നമ്മുടെ സെഷൻസ് ബേസ് ചെയ്തുള്ള ട്രേഡ് സെറ്റപ്പ്. നമ്മൾക്ക് 2 ട്രേഡ് സെറ്റപ്പാണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന് ഓർഡർ ഫ്ലോ ബേസ് ചെയ്തിട്ടുള്ളത്, ഒന്ന് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രേഡ് ഈ ഒരു ലോവർ ലെവലിലൊക്കെ നമുക്ക് ട്രേഡ് കിട്ടി. നമ്മൾ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ഏരിയയിലൊക്കെ വന്ന് ബൈയിങ് എടുത്തത്. നമ്മൾ ചെറിയൊരു ഈ ഒരു ഏരിയയിലൊക്കെ വന്നപ്പോൾ നമ്മൾ എക്സിറ്റ് ആയി. ഒരു 70 പിപ്സിന്റെ ഒക്കെ മൂവ്മെന്റ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. 2 ട്രേഡാണ് ഇന്നലെ ലൈവ് ട്രേഡ് സെക്ഷനിൽ നമുക്ക് കിട്ടിയത്. എന്തായാലും നമുക്ക് ഇന്ന് വീണ്ടും ഇരിക്കുക. അതുപോലെ തന്നെ എല്ലാവരോടും ഞാൻ ഫ്യൂച്ചറിന്റെ അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. CFD അല്ല എടുക്കേണ്ടത്, ഫ്യൂച്ചറിന്റെ അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊക്കെ പാസ്സാവുന്നവരെ എല്ലാവർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ലൈവായിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യാനുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡ് സെറ്റപ്പ് നമുക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരു റിജക്ഷൻ വരേണ്ടതായിരുന്നു, പക്ഷെ റിജക്ഷൻ വന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ കുറച്ച് ഇന്നത്തെ മൊത്തം ഒരു വാല്യൂ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ആയിരിക്കും നമ്മൾ നോക്കുന്നത് 2660. അതൊരു ഫ്യൂച്ചറിലും ഓപ്പൺ ഇൻട്രസ്റ്റിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയ നമ്മുടെ മൈൻഡിൽ ഒന്ന് പയ്യെ സെറ്റ് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എപ്പോഴും പറഞ്ഞു നമ്മൾ ഇംബാലൻസ് ബേസ് ചെയ്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിലുള്ള ഇംബാലൻസ് മാർക്ക് ചെയ്യാതെ കുറച്ചും കൂടി ലോവർ ലെവലിലുള്ള റേഞ്ചുകളൊക്കെ മാർക്ക് ചെയ്തായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയക്ക് എന്തെങ്കിലും സപ്പോർട്ടായിട്ടുള്ള നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. ഇൻഡിക്കേറ്ററിൽ 50 ഡേയ്സ് കൂടി ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഇങ്ങനെ കാണുമ്പോൾ കുറെ ഇത് തോന്നും, കുറെ കൺഫ്യൂഷൻസ് വരും. ഒരു കൺഫ്യൂഷനും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നും എന്നേ ഉള്ളൂ. മാർക്കറ്റ് ഇപ്പോൾ ഒരു വിവാപ്പിന്റെ മുകളിലൊക്കെയാണ്, വിവാപ്പിനും POCക്കൊക്കെ മുകളിലാണ് ട്രേഡ് നടക്കുന്നത്. നമുക്ക് 2660 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ഏരിയ. ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു റിജക്ഷൻ വന്നാൽ നമുക്ക് ഒരു റിജക്ഷൻ, അത് ഓർഡർ ഫ്ലോയിലും കൂടി നമുക്ക് മോർണിംഗിലുള്ള ഓർഡർ ഫ്ലോയുടെ വോളിയും കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. നമ്മൾ ഈവനിങ് സെഷനിൽ പഠിച്ചേക്കുന്ന വോളിയവും ആയിരിക്കില്ല മോർണിംഗ് സെഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഓരോ സെഷൻസിന്റെയും വോളിയംസും ഡെൽറ്റയും തമ്മിലുള്ള കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്യാച്ച് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. അപ്പൊ അത് കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ഓർഡർ ഫ്ലോ ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നാണ് നിങ്ങൾക്ക് അതിന്റെ റീഡിങ് മനസ്സിലാവുള്ളൂ. അത് കുറച്ച് റീഡിംഗ് ഒക്കെ മനസ്സിലായതിനു ശേഷം നിങ്ങൾക്ക് തന്നെ, ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ബൈയിങ് പറഞ്ഞ ഒരു റേഞ്ചിലൊക്കെ ഇവിടെ ഒരു ബൈയിങ് ഇന്നലെ നല്ലൊരു ലോയിൽ വന്ന ബൈയിങ് നമുക്ക് നോക്കി അറിയാം. സെല്ലിംഗ് ആയിരുന്നു ക്യാൻഡിലൊക്കെ, ക്യാൻഡിലിന്റെ സെല്ലിംഗ് ഡിഫറെന്റ് ആയിട്ട് ഇതൊരു ബൈയിങ് ആയിട്ട് വന്നു. നമ്മൾ ഈ ഒരു റേഞ്ചിൽ വളരെ ചെറിയ റേഞ്ചിൽ ബൈയിങ് എടുത്തത്, അതിന് എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ ലൈവായുള്ള സെഷനിൽ തന്നെ പറഞ്ഞു. എന്തായാലും ഇന്നിപ്പോ ആ 60 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് നമ്മളൊന്ന് മൈൻഡിൽ വെക്കുക. അതേപോലെ തന്നെ തൊട്ട് താഴെ കുറച്ചുകൂടി 2630 ഇന്നലെ നല്ല ലിക്വിഡിറ്റി ഉണ്ടായിരുന്ന ഏരിയ, 2630 നല്ല ലിക്വിഡിറ്റി ഉണ്ടായിരുന്ന ഏരിയയാണ്. അപ്പൊ ആ ഏരിയയിലേക്കൊക്കെ തിരിച്ചു വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കേണ്ടത്. അതേപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് വേറെ ഏതൊക്കെ ഏരിയ ആണ്, ഇവിടെ നിന്നൊരു റിജക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ട്രേഡ് ആയിട്ട് എടുക്കാം. യെസ്, ഒരു ചെറിയൊരു ട്രേഡ് സെറ്റപ്പിനുള്ള സെറ്റപ്പ് ഉണ്ട്. എന്താന്നുള്ളത് നമുക്ക് വീണ്ടും നോക്കാം. ഇവിടെ ഈ ഒരു ഏരിയ റിജക്ഷൻ നല്ല ഒരു 450 ലോട്ടും കൂടി ആയിരുന്നെങ്കിൽ നമുക്കൊരു റിജക്ഷൻ ആയിട്ട് എടുക്കാമായിരുന്നു. പക്ഷെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ അല്ല. പക്ഷെ എന്നാലും ഒരു 2660 ഫ്യൂച്ചറിന്റെ പ്രൈസ് ആണ്. CFD ഫ്യൂച്ചറിന്റെ പ്രൈസ് തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. 2645 CFDയുടെ പ്രൈസ് ഗോൾഡിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. എടുത്തത് forex.com ആണ്. തമ്മിൽ നല്ല 150 പിപ്സിന്റെ ഒക്കെ അടുത്ത് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. 56 ഓക്കെ. അപ്പോൾ 45 ഒരു 11 പോയിന്റ്സിന്റെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ നമുക്കത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് മൈൻഡിലേക്കൊക്കെ വെച്ചിട്ട് ഏതൊക്കെ ഏരിയയിൽ ഇത് വരുന്നു, റിജക്ഷൻ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇതൊരു റിജക്ഷൻ ആയിട്ടാണ്. പക്ഷെ മാർക്കറ്റ് ഒരു 660 വരെ പോകാനുള്ള കോൺഫിഡൻസേ മാർക്കറ്റിനുള്ളൂ. എന്തായാലും ഈ ഒരു റേഞ്ച് നിങ്ങൾ മൈൻഡിൽ വെക്കുക.
എന്തായാലും നല്ലൊരു റിജക്ഷൻ ആണ് അവിടെ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ബി ഉണ്ട്. നമുക്ക് പ്ലാൻ ബി ഞാൻ ഗ്രൂപ്പിൽ ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഏതെങ്കിലും ലിക്വിഡിറ്റി ലൈവായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈവ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്.